നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മളറിയാതെ നമ്മളെ ഓരോ നിമിഷവും സ്വാധീനിക്കുന്ന ഒരു അദൃശ്യ ശക്തിയെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നമ്മുടെ ചുറ്റുപാടുകൾ തന്നെ. നമ്മുടെ ചിന്തകളെ, കഴിവുകളെ, എന്തിനേറെ നമ്മുടെ ജീവിതത്തെ തന്നെ അതെങ്ങനെയാണ് അത്ര ആഴത്തിൽ രൂപപ്പെടുത്തുന്നത്? നമുക്ക് ഇന്ന് അതൊന്ന് വിശദമായി നോക്കാം. അപ്പോ ഈയൊരു യാത്രയിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ചുറ്റുപാടുകളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത് തൊട്ട് ആ അറിവ് വെച്ച് നമ്മുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതുവരെ നമ്മൾ നോക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ എന്താണ് ഈ ചുറ്റുപാട് അഥവാ വാതാവരൺ എന്ന് പറയുന്നത്? അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. വാതാവരൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് മാത്രം വിചാരിക്കരുത്. അതതിനേക്കാൾ വളരെ ആഴമുള്ളൊരാശയമാണ്. സത്യത്തിൽ നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ വലയമാണത്. നമ്മുടെ സാമൂഹികം, മാനസികം, എന്തിന് ഊർജ്ജപരം വരെയുള്ള ഒരു അന്തരീക്ഷം. നമ്മുടെ ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ പ്രവൃത്തിയും ഇതിന്റെ സ്വാധീനത്തിലായിരിക്കും. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഒരു വിത്തിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ. നല്ല വളക്കൂറുള്ള മണ്ണിലിട്ടാൽ അത് മുളച്ച് വളർന്ന് വലിയൊരു മരമാകും. അതേ വിത്ത് ഒരു തരിശുഭൂമിയിലാണ് വീഴുന്നതെങ്കിലോ അത് നശിച്ചുപോകും, അല്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും. നമ്മുടെ ഉള്ളിലെ കഴിവുകൾക്ക് വളരാൻ അനുകൂലമായൊരു ചുറ്റുപാട് കിട്ടിയേ തീരൂ. ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴേക്ക് പോകാനൊരു പ്രത്യേക പ്രവണതയുണ്ട്. ഒരു കല്ല് താഴേക്ക് വീഴുന്നതുപോലെ തന്നെ. എപ്പോഴും നെഗറ്റീവ് ചിന്തകളിലേക്കും മോശം ശീലങ്ങളിലേക്കും ഒഴുകിപ്പോകാനൊരു ചായ്വ്. ഇനി നമ്മുടെ ചുറ്റുപാട് മോശമാണെങ്കിലോ അത് ഈ വീഴ്ചയുടെ വേഗത കൂട്ടും. നമ്മളെ മുകളിലേക്ക് പറക്കാൻ സമ്മതിക്കാതെ താഴേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. ശരി, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുപാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? നമ്മൾ ഇടപഴകുന്ന ആളുകൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രധാനമായും 2 തരം കൂട്ടുകെട്ടുകളാണുള്ളത്, അല്ലേ? ഒന്ന് സത്സംഗം, അതായത് നമ്മളെ നന്മയിലേക്കും ഉയർച്ചയിലേക്കും നയിക്കുന്ന നല്ല കൂട്ട്. 2 കുസംഗം, നമ്മളെ അധപ്പതനത്തിലേക്ക് വലിച്ചിഴക്കുന്ന ചീത്തക്കൂട്ട്. ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകളും രൂപപ്പെടുന്നത് അവരുടെ കൂട്ടുകെട്ടിലൂടെയാണ്. നല്ല ഫ്രണ്ട്സ് നമ്മളെ നല്ലവരാക്കും. ചീത്തക്കൂട്ടാണെങ്കിലോ അത് നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു അപവാദമുണ്ട് കേട്ടോ. എത്ര മോശം സാഹചര്യങ്ങളിലും പെട്ടാലും ഒരു കൂസലുമില്ലാതെ സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ചിലരുണ്ട്. എന്തിനധികം അവരുടെ സാന്നിധ്യം കൊണ്ട് ആ മോശം സാഹചര്യത്തെ പോലും മാറ്റാൻ കഴിവുള്ള അപൂർവം ചില ശക്തരായ മനുഷ്യർ. പക്ഷെ ഒന്നോർക്കണം, അങ്ങനെയുള്ളവർ വളരെ വളരെ കുറവാണ്. 1% താഴെ വരൂ. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ സ്വാധീനം ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും. അതെ, ചില സ്ഥലങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം ഊർജ്ജത്തെയും ഓർമ്മകളെയും ഒരു സ്പോഞ്ച് പോലെ പിടിച്ചുവെക്കാൻ കഴിയും. ഇതിനൊരു ക്ലാസിക് ഉദാഹരണം പുരാണത്തിലുണ്ട്. ശ്രാവണകുമാരന്റെ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. പ്രായമായ മാതാപിതാക്കളെ തോളിലേറ്റി തീർത്ഥയാത്ര നടത്തുന്ന ആ മകൻ. ആ യാത്രക്കിടയിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. ഇത്രയും കാലം ജീവനുതുല്യം സ്നേഹിച്ച ഈ മാതാപിതാക്കളെ ഇവിടെ ഉപേക്ഷിച്ചു പോയാലോ എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മാതൃപിതൃഭക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന ശ്രാവണകുമാരന് എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു ചിന്ത വന്നത്? അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തനിയെ വന്നതാണോ, അതോ മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തിയാണോ അദ്ദേഹത്തെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്? ഉത്തരമിതാണ്. അത് ആ സ്ഥലത്തിന്റെ ഊർജ്ജമായിരുന്നു. നൂറ്റാണ്ടുകളായി അവിടെ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് സംസ്കാരങ്ങൾ, അതായത് ആഴത്തിൽ പതിഞ്ഞ ഊർജ്ജത്തിന്റെ മുദ്രകൾ ശ്രാവണകുമാരന്റെ ചിന്തകളെ സ്വാധീനിക്കുകയായിരുന്നു. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം ഇതിനു മറ്റൊരു വലിയ ഉദാഹരണമാണ്. അക്രമത്തിന്റെയും വേദനയുടെയും ഓർമ്മകൾ അവിടുത്തെ മണ്ണിന്റെ ഓരോ കണികയിലും ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടാവാം. അപ്പോ ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളതുപോലെ ഇതിനും ഒരു മറുവശമുണ്ട്. ശക്തമായ പോസിറ്റീവ് ഊർജ്ജം പ്രസരിക്കുന്ന സ്ഥലങ്ങൾ. അത്തരമിടങ്ങൾ അവിടെ എത്തുന്നവരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. രാമായണത്തില് അഗസ്ത്യമുനിയുടെ ആശ്രമത്തെപ്പറ്റി ഒരു പരാമർശമുണ്ട്. ആ ആശ്രമത്തിനു ചുറ്റുമുള്ള ആത്മീയ പ്രഭാവലയം അത്രയ്ക്ക് ശക്തമായിരുന്നു. എന്തിന്, ലങ്കാപതിയായ രാവണന് പോലും അതിന്റെ അടുത്തേക്ക് വരാൻ പേടിയായിരുന്നു. ആ പുണ്യഭൂമിയിൽ കാലുകൊത്തിയാൽ തങ്ങളുടെ അസുരശക്തിയെല്ലാം നഷ്ടപ്പെടുമെന്ന് രാവണൻ സ്വന്തം സൈന്യത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അത്രക്കായിരുന്നു ആ സ്ഥലത്തിന്റെ പവർ. ഇനി നമുക്ക് അത്ര പഴയതല്ലാത്ത ഈയടുത്ത കാലത്ത് നടന്നൊരു സംഭവത്തിലേക്ക് വരാം. അലിപൂർ ജയിലിൽ ഒരു തടവുകാരൻ ഒരു പ്രത്യേക സെല്ലിൽ വെച്ച് ഒരു വിചിത്രമായ പരാതി പറഞ്ഞു. അയാൾക്ക് ആ മുറിയിലിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നു. എന്തോ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോകുന്നതുപോലെ ഒരു ഫീൽ. അധികൃതർ അന്വേഷിച്ചപ്പോഴാണ് ആ രഹസ്യം പുറത്തുവന്നത്.
മഹായോഗിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ശ്രീ അരവിന്ദൻ തന്റെ ജയിൽവാസം അനുഭവിച്ചത് അതേ സെല്ലിലായിരുന്നു. അദ്ദേഹത്തിന്റെ തീവ്രമായ ധ്യാനത്തിന്റെയും ആത്മീയസാധനയുടെയും ഊർജ്ജം ആ മുറിയുടെ ചുമരുകളിൽ അലിഞ്ഞുചേർന്നിരുന്നു. സാധാരണക്കാരനായ ആ തടവുകാരന് താങ്ങാൻ കഴിയാതിരുന്നത് ശ്രീ അരവിന്ദന്റെ ആ ദൈവികമായ തീവ്രതയായിരുന്നു. കണ്ടില്ലേ, ഒരു ശക്തമായ സാന്നിധ്യത്തിന്റെ സ്വാധീനം എത്ര കാലം കഴിഞ്ഞാലും അവിടെ തന്നെ നിലനിൽക്കും എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. ഈയൊരു തത്വം പണ്ടേ മനസ്സിലാക്കിയിരുന്ന നമ്മുടെ ഋഷിവര്യന്മാർ സമൂഹത്തിന് മുഴുവൻ ഗുണം കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചില പോസിറ്റീവ് ഇടങ്ങൾ സൃഷ്ടിച്ചു. അതാണ് നമ്മൾ തീർത്ഥങ്ങൾ എന്ന് വിളിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ. ലൗകികമായ ബഹളങ്ങളിൽ നിന്നെല്ലാം അകലെ പ്രകൃതിയുടെ മടിത്തട്ടിൽ മഹർഷിമാരുടെ തപസ്സുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഈ സ്ഥലങ്ങൾ, അവിടെ ചെല്ലുന്ന ആരുടെയും മനസ്സിനെ ഒന്ന് ഉയർത്താൻ സഹായിക്കുന്ന പവർ ഹൗസുകളായിരുന്നു അവ. ശരിയാണ്. ഇന്നത്തെ ഈ തിരക്കിട്ട ലോകത്ത് അങ്ങനെയുള്ള നല്ല ചുറ്റുപാടുകൾ എപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞെന്നു വരില്ല. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ചുറ്റുപാടുകൾക്ക് നമ്മളെ മാറ്റാൻ ശക്തിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ ബോധപൂർവം തിരഞ്ഞെടുക്കാനും എന്തിന് നിർമ്മിക്കാൻ തന്നെയും സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വെറുതെ നമ്മുടെ ചുറ്റുപാടുകളുടെ ഇരകളായി ഇരിക്കേണ്ടവരല്ല. ഒരു ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ പോകുമ്പോൾ എന്തു ചെയ്യും? അവിടെ ശ്വാസമില്ല, അതുകൊണ്ടവർ സ്വന്തമായി ഓക്സിജൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ പുറത്തുള്ള ലോകം എത്ര നെഗറ്റീവാണെങ്കിലും നമുക്ക് ചുറ്റും നമ്മുടേതായ ഒരു ഓക്സിജൻ സിലിണ്ടർ, ഒരു പോസിറ്റീവ് അന്തരീക്ഷം, ഒരു സംരക്ഷണ വലയം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം പോസിറ്റീവ് ലോകമുണ്ടാക്കുന്നത്? വഴികൾ ലളിതമാണ്. ഒന്നാമതായി, ഏകാന്തത കണ്ടെത്തുക. ദിവസവും കുറച്ച് സമയം, അത് മതി. ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചം പോലെ അത് പ്രവർത്തിക്കും. രണ്ടാമതായി, സ്വാധ്യായം, അതായത് നല്ല പുസ്തകങ്ങൾ വായിക്കുക. അത് നമ്മുടെ മനസ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ല വളമാണ്. മൂന്നാമതായി, ചിന്തനം. വായിച്ച കാര്യങ്ങളെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുക. അത് നമുക്ക് ജീവിതത്തിലൊരു ദിശാബോധം തരും. ഒരു കാര്യം ഓർക്കുക, മഹത്തുക്കളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവരുമായി ഒരു മാനസിക സത്സംഗത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ അവസാനം ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങളിലെ ഏറ്റവും മികച്ച പതിപ്പിനെ എപ്പോഴും പുറത്തു കൊണ്ടുവരുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞാലോ? അതൊന്ന് ആലോചിച്ചു നോക്കൂ. ചുറ്റുപാടുകൾ നിങ്ങളെ രൂപപ്പെടുത്തുന്നു എന്നതിനേക്കാൾ വലിയ സത്യം, നിങ്ങളുടെ ചുറ്റുപാടുകളെ രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതാണ്. ഇത്രയും ആഴമേറിയ ഈ അറിവുകൾ പകർന്നുതന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യാണ്. അദ്ദേഹത്തിന്റെ വാതാവരൺ കാ പ്രഭാവ് എന്ന ഹിന്ദി പുസ്തകത്തിന്റെ ഒരു സംഗ്രഹമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്.